നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. എന്നാൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ അറിയാതെ അത് നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ബനൂ തമീം ഗോത്രത്തിലെ കുറച്ച് ആളുകൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്ന സന്ദർഭം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ അവരുടെ ലീഡർ ആരായിരിക്കണം എന്ന വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ ചെറിയൊരു സംസാരത്തിൽ അവിടെ ചെറിയ രൂപത്തിൽ ശബ്ദമുയർന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ വചനം എന്ന് അല്ലാഹു പറയുന്നത്. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന രണ്ടാമത്തെ സന്ദർഭം, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്, ഫൗഖ സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തിനു മീതെ, വലാ തജ്ഹറു, നിങ്ങൾ ഉച്ചത്തിലാക്കരുത്, ലഹു, പ്രവാചകനോട്, ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരം, കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങൾ ചില ആളുകളോട് സംസാരിക്കുന്നത് പോലെ പ്രവാചകനോട് പോയി സംസാരിക്കരുത്. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകും, അതും നിങ്ങൾ അറിയാത്ത നിലയിൽ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്. ഈ ആയത്ത് ഇറങ്ങിയത് മുതൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ പ്രവാചകനോട് സംസാരിച്ച സംസാരം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഒരാളോട് രഹസ്യം പറയുന്നത് പോലെയായിരുന്നു എന്നാണ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി കേൾക്കാൻ പോലും കഴിയാത്ത അത്രയും പതുക്കെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഖത്തീബായിരുന്നു. ഘോരഘോരം പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ഗാംഭീര്യമുള്ളതായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടെ അദ്ദേഹം പിന്നെ പള്ളിയിലേക്ക് വരാതായി. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തെ കാണാതായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ പള്ളിയിൽ കാണാനില്ല. വീട്ടിലേക്ക് ആളെ അയച്ചു. എന്താണ് സംഭവം എന്ന് പരിശോധിച്ചപ്പോൾ പ്രവാചകൻ്റെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം എന്തായാലും ഉയരും, എൻ്റെ ആ രൂപത്തിലുള്ള ശബ്ദമാണ് എന്ന പേടി കാരണം, തൻ്റെ അമലുകൾ നിഷ്ഫലമായി പോകുന്നതിൻ്റെ പേടി കാരണം അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്, പള്ളിയിലേക്ക് വരാതിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ ആളെ അയച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പള്ളിയിലേക്ക് വരിക, താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. താങ്കൾ സ്തുത്യർഹനായി ജീവിക്കുകയും ഷഹീദായിട്ട് മരിക്കുകയും ചെയ്യും എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നോക്കൂ, എത്രമാത്രം ഗൗരവത്തോടുകൂടെയാണ് സഹാബാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ആയത്തുകളും അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയത് എന്ന് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.